ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇതേപോലത്തെ ഒരു കുഞ്ഞു ബീട്രൂട്ട് മാത്രം മതി എത്ര കഷണ്ടിയായ തലയിൽ വരെ നമുക്ക് മുടി വളർത്തിയെടുക്കാൻ പറ്റും. നരച്ച മുടി ആയാലും നമുക്കത് നല്ല രീതിയിൽ കറുപ്പിച്ചെടുക്കാനും തലയിലെ താരനൊക്കെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണേ. അതിനടുത്ത് ഞാൻ ആദ്യം തന്നെ ഒരു കുഞ്ഞു ബീട്രൂട്ടാണ് എടുത്തിട്ടുള്ളത്. അത് തോലെല്ലാം കളഞ്ഞ് കഴുകിയെടുത്തതിന് ശേഷം ചെറിയ പീസുകളായി കട്ട് ചെയ്ത് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാവേ. അപ്പോഴേ നമ്മൾ ബീട്രൂട്ട് മിക്സിൻ്റെ ജാറിലിട്ട് അടിച്ചെടുക്കാൻ നേരത്ത് ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെ നല്ല ഫൈനായിട്ട് അരച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ, നമ്മൾ ഒരു തുള്ളി പോലും വെള്ളം ചേർക്കാതെയാണ് അരച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് അരിച്ചും കൂടെ എടുക്കാവേ. ഇപ്പോൾ നമ്മളൊരു ബീട്രൂട്ടിന് നമുക്ക് ഇത്രയും നീരാണ് അരിച്ചെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ഇതേപോലത്തെ ഒരു സവാളയാണ്. സവാളയും നമുക്ക് ചെറിയ പീസായിട്ട് മിക്സിൻ്റെ ജാറിലേക്ക് കട്ട് ചെയ്തിട്ടതിന് ശേഷം വെള്ളം ചേർക്കാതെ ഒന്ന് അരച്ചും കൂടെ എടുക്കാവേ. അപ്പോൾ നമ്മൾ സവാള വെള്ളം ചേർക്കാതെ നല്ലപോലെ അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നേരത്തെ ബീട്രൂട്ട് അരിച്ചു വെച്ച് അതേ പാത്രത്തിലേക്കൊന്ന് അരിച്ചും കൂടെ എടുക്കാം. അരിച്ചെടുത്തതിന് ശേഷം സവാള നീരും ബീട്രൂട്ട് നീരും കൂടെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതേപോലെ ഒരു സ്പ്രേ ബോട്ടിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ. ഇനി നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നതിന് മുന്നേ നമ്മുടെ മുടിയിൽ ഒരല്പം എണ്ണ തേച്ച് കൊടുക്കുക. നിങ്ങൾ ഏത് എണ്ണയാണോ തേക്കണേ ആ എണ്ണ മാത്രം തേച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരുപാട് എണ്ണയൊന്നും വെക്കേണ്ട ആവശ്യമില്ല, ഒരല്പം വെച്ചാൽ മതി. എന്നിട്ട് മാത്രം നമ്മളിതൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. നല്ലപോലെ സ്കാൽപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒരു മസാജും ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നമ്മളിത് തേച്ച് കൊടുത്തതിന് ശേഷം അരമണിക്കൂർ കഴിഞ്ഞിട്ട് നമ്മൾ ഹെയർ വാഷ് ചെയ്താൽ മതി. ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഒന്നും വേണ്ട, നമുക്ക് താളിയോ അല്ലെങ്കിൽ നോർമൽ വാട്ടറിലോ നമുക്ക് ഹെയർ വാഷ് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഇതുകൊണ്ട് നമ്മുടെ കൈയൊക്കെ നല്ല ചുവപ്പ് നിറമായിട്ടുണ്ട്. അതേ രീതിയിൽ തന്നെ നമ്മുടെ ഹെയറും നല്ല കറുപ്പ് നിറത്തിലായി വരും കേട്ടോ. നരച്ച മുടിയൊക്കെ ഉള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ 1-2 യൂസിലൊക്കെ തന്നെ നമുക്കിത് നല്ല കറുപ്പ് നിറത്തിൽ മുടിയാക്കി എടുക്കാൻ പറ്റും. അതുമാത്രമല്ല, നമുക്ക് താരൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. മുടി പൊഴിച്ചിൽ എത്ര മുടി പൊഴിഞ്ഞു പോയ തലയിൽ നമുക്ക് പെട്ടെന്ന് തന്നെ മുടി വളർത്തിയെടുക്കാനും പറ്റും. നല്ല തിക്കായിട്ട് വളരുകയും ചെയ്യും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ഐഡിയ ഒന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. അത് മാത്രമല്ല, ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വെറും 2 ഇൻഗ്രീഡിയൻസ് മാത്രം മതി. ബീട്രൂട്ടും സവാളയും. അധികം ഒന്നും വേണ്ട, ഓരോന്നോരോന്ന് മാത്രം മതി കേട്ടോ. അപ്പോൾ നമുക്ക് എത്ര പൊഴിഞ്ഞു പോയ മുടിയും നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റിയ ഒരു അടിപൊളി ഒരു ലിക്വിഡാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് മാത്രമല്ല, നമ്മൾ ഉപയോഗിച്ചതിന് ശേഷം ബാക്കി വരുന്ന ഈ ലിക്വിഡ് നമുക്ക് ഫ്രിഡ്ജിലേക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ വീണ്ടും ഇത് തന്നെ എടുത്ത് ഉപയോഗിച്ചാൽ മതി കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാവരും ഈ ഒരു ടിപ്പ് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വളരെ യൂസ്ഫുൾ ആയിട്ടൊരു ടിപ്പാണ് ഇന്ന് പറഞ്ഞു തന്നിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കണോ, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കണോ. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ കമൻറ്റ് ബോക്സ് ഉണ്ട്, അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.